എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ വളരെ ലളിതമായ രീതിയിൽ നമ്മൾ ഒരു ഗ്രഹനില എടുത്താൽ ആ ഗ്രഹനില എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ നമുക്ക് പഠിക്കാം, ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിന്നാൽ ഏതൊക്കെ ഗുണങ്ങളാണ് ദോഷങ്ങളാണ്, ഇതെല്ലാം ഞാൻ എൻ്റെ വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് കൂടാതെ തന്നെ അതിലും വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതിന് പരിഹാരമായിട്ട് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന രീതി അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലഗ്നം, നമ്മുടെ ഗ്രഹനിലയിൽ ഉദയലഗ്നം എഴുതിയിട്ടുണ്ടാവും. ഉദയലഗ്നം എന്ന് പറയുമ്പോൾ തന്നെ ആത്മസ്ഥാനമാണ്. അപ്പം ആത്മസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ അവനവനെ കൊണ്ട് തന്നെ ഫലം ചിന്തിക്കുകയും പറയുകയും ചെയ്യേണ്ടതാണ്. അതിൻ്റെ കാരകഗ്രഹം സൂര്യനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ലഗ്നം എവിടെ നിൽക്കുന്നു, ആ ലഗ്നത്തിൻ്റെ ഫലം കാരകൻ സൂര്യനാണ്. പക്ഷേ ആ ലഗ്നം എവിടെ നിൽക്കുന്നു, ഇപ്പം സൂര്യൻ്റെ ലഗ്നം അല്ലെ രാശി എന്ന് പറയുമ്പോൾ ചിങ്ങം ലഗ്നമായിട്ട് വന്നാൽ സൂര്യൻ തന്നെയാണ്, ലഗ്നാധിപൻ സൂര്യനാണ്. പക്ഷേ കാരകൻ ലഗ്നത്തിൻ്റെ അല്ലെ ആത്മസ്ഥാനത്തിൻ്റെ കാരകൻ സൂര്യനാണ് ആധിപത്യം കൊടുത്തിരിക്കുന്നത്. രണ്ടാം ഭാവം എന്ന് പറയുമ്പം ധനസ്ഥാനം, വിദ്യാസ്ഥാനം, കുടുംബസ്ഥാനമാണ്. അപ്പം ഈ രണ്ടാം ഭാവം ധനം, വിദ്യ, കുടുംബമാണ്. കാരകൻ ഗുരുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ലഗ്നത്തിൽ പറഞ്ഞു ഏതെങ്കിലും പാപന്മാരുണ്ടെങ്കിൽ ആദിത്യനാണ് ലഗ്നത്തിൻ്റെ കാരകൻ. അവിടെ ലഗ്നത്തിൽ ഏതെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ, പാപഗ്രഹങ്ങളോ ശുഭഗ്രഹങ്ങളോ നിൽക്കുന്നെങ്കിൽ ആ ഗ്രഹങ്ങളുടെ നമ്മൾ ധ്യാന ശ്ലോകങ്ങളും മൂലമന്ത്രങ്ങളും ഒക്കെ ജപിച്ച് നമുക്ക് പ്രീതിപ്പെടുത്താം ആ ഗ്രഹങ്ങളെ. അതുമാതിരി രണ്ടാം ഭാവം ധനം, വാക്ക്, കുടുംബമൊക്കെയാണ്. അതിൻ്റെ കാരകഗ്രഹൻ ഗുരുവാണ്, ബൃഹസ്പതിയാണ്. മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ വിക്രയസ്ഥാനം, സഹോദര സ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ കാരകൻ ചൊവ്വയാണ്. അപ്പോൾ നമ്മൾ ചൊവ്വ നിന്നാൽ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഓരോ ഈ ജ്യോതിഷത്തിൽ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് കാരക ഭവനാശസ്യ എന്ന് പറയുന്നുണ്ട്. ഏതൊരു ഗ്രഹം ആ ഭാവത്തിൽ, ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള ഭാവത്തിൽ നിന്നാൽ ദോഷം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പം അതിൻ്റേതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇവിടെ പറയുന്നത്. നാലാം ഭാവം മാതൃസ്ഥാനം, വാഹനസ്ഥാനം, ഗ്രഹസ്ഥാനം, സുഖസ്ഥാനമാണ്. അപ്പോൾ ഈ നാലാം ഭാവത്തിൽ ഇതെല്ലാം തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരകൻ ചന്ദ്രനും ബുധനുമാണ്. അപ്പം നമ്മുടെ നാലാം ഭാവത്തിലെ ഏതെങ്കിലും പാപന്മാർ നിന്നാൽ തീർച്ചയായിട്ടും നമ്മൾ നാലാം ഭാവത്തിനെ കൊണ്ട് നമുക്ക് നാലാം ഭാവത്തിൻ്റെ ദശാ അപഹാര കാലങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിത് ഈ നാഥന്മാരെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത് പറയുന്നത്. അവിടെ നിൽക്കുന്ന സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കണം, കാരകഗ്രഹങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കണം. അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ പുത്രസ്ഥാനം, മന്ത്രസ്ഥാനം, മനസ്ഥാനമാണ്. അഞ്ചാം ഭാവം കൊണ്ടൊക്കെയാണ് നമ്മൾ പുത്രൻ്റെ ഭാവം ഫലമൊക്കെ പറയുന്നത്, പുത്രന്മാരുടെ സന്താനത്തിൻ്റെ ഫലമൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മന്ത്രസ്ഥാനം, അതായത് നമ്മൾ മന്ത്രദീക്ഷ വാങ്ങുക, ഇതെല്ലാം അഞ്ചാം ഭാവം നോക്കിയിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പിന്നെ മനസ്ഥാനം, നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനവും അഞ്ചാം ഭാവം തന്നെയാണ്. ആറാം ഭാവം ശത്രുസ്ഥാനം, രോഗസ്ഥാനമാണ്. അത് ശനിയും ചൊവ്വയാണ് കാരകന്. ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ ഭാര്യാസ്ഥാനം, നിവൃത്തിസ്ഥാനമാണ്. അത് ശുക്രനാണ് കാരകന്. എട്ടാം ഭാവം ആയുർസ്ഥാനം, അരിഷ്ടാസ്ഥാനമാണ്. അത് ശനിയാണ് കാരകൻ ഗ്രഹം. ഒൻപതാം ഭാവം
ഭാഗ്യസ്ഥാനം പിതൃസ്ഥാനമാണ്. അതിൻ്റെ സൂര്യനും ഗുരുവാണ്. നമ്മൾ ഈ 9-ാം ഭാവം, ഈ സൂര്യനും ഗുരുവൊക്കെ ബലവോ ദൃഷ്ടിയോ യോഗമോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ മന്ത്ര ദീക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ ഉപാസനാമൂർത്തികളെ ഉപദേശിച്ചു കൊടുക്കുക, ഉപാസനാമൂർത്തികളെ നമ്മൾ ആചരിക്കാൻ തുടങ്ങുക, ശാസ്ത്രങ്ങൾ പഠിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ 9-ാം ഭാവത്തിന് വ്യാഴത്തിനും ആദിത്യനും ബന്ധമുണ്ടോ എന്ന് നോക്കി അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഫലപ്രദമാകും. ഇത് ഇല്ലാത്തവർ പഠിച്ചിട്ടും നമുക്കത് ഒരു ഗുണം ഉണ്ടാവില്ല. മറ്റുള്ളവർ ഈ 2 ഗ്രഹങ്ങൾക്ക് ദൃഷ്ടിയും ബന്ധവും യോഗവും ഒക്കെ ഉള്ളവർ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ശാസ്ത്രം കൊണ്ട് ഗുണപ്രദമാകും. അവരവരുടെ നിത്യവൃത്തി പോലും ആ ശാസ്ത്രം കൊണ്ട് കഴിയും. അപ്പം അങ്ങനെയൊക്കെയാണ്. 10-ാം ഭാവം കർമ്മസ്ഥാനമാണ്. അത് സൂര്യനും ബുധനുമാണ്. കർമാധിപതി സ്ഥാനം കൊടുത്തിരിക്കുന്ന അധിപതി സൂര്യനും ബുധനുമാണ്. 11-ാം ഭാവം ലാഭസ്ഥാനം, അത് ഗുരു തന്നെയാണ്. 12-ാം ഭാവം വ്യയസ്ഥാനം, നാശസ്ഥാനമാണ്, അത് ശനിയാണ്. അപ്പം ഞാൻ എന്തിനാണ് ഈ 12-ാം ഭാവങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രഹനിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്രഹങ്ങൾക്ക് പകരം വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആ ഭാവത്തിന് ബലം കുറയും, അല്ലെങ്കിൽ ഫലം കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കാരക ഭവനാശസ്യ എന്ന് പറഞ്ഞത്, അതിൽ അതിപ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് സന്താനത്തിനാണ്. വ്യാഴം 5-ാം ഭാവത്തിൽ നിന്നാൽ സന്താന ദുരിതങ്ങൾ, അല്ലെങ്കിൽ സന്താനത്തിന് വൈകല്യങ്ങൾ, സന്താനത്തിന് തടസ്സങ്ങൾ, കാലതാമസം, ഇതൊക്കെ പറയുന്നുണ്ട്. മറ്റുള്ള ഗ്രഹങ്ങൾ പറയുന്നുണ്ടെങ്കിലും വ്യാഴത്തിന് വേണ്ടിയാണ് പറയുന്നതാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനിയും നമ്മുടെ ഈ ഗ്രഹങ്ങൾ സ്ഥാനം നല്ല സ്വസ്ഥാനത്തല്ല, അല്ലെങ്കിൽ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇതെന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഗ്രഹങ്ങളെപ്പറ്റി അറിയണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം റെമഡി, അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ഇത് ഉപദേശിക്കുന്നത്. അപ്പം സൂര്യൻ അനിഷ്ടസ്ഥാനത്ത്, അത് ഞാനിനി പറയും. സൂര്യൻ്റെ ഉച്ചരാശി, ശത്രുരാശി, നീചരാശി. അപ്പോൾ ഇത് ഞാനിവിടെ പറയും. സ്വക്ഷേത്രമെല്ലാം ഞാനിവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത്, സൂര്യൻ അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ധനാദിനാശമാണ്. നമുക്ക് ധനപരമായിട്ടുള്ള നാശങ്ങൾ അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ. സൂര്യൻ നിൽക്കേണ്ട സ്ഥാനങ്ങളുണ്ട്, അതൊക്കെ ഞാനിവിടെ പറയും. അപ്പോൾ സൂര്യൻ അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ധനനാശമാണ്. കുജൻ നിന്നാൽ, ചൊവ്വ നിന്നാൽ, അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ രോഗം വേർപാടാണ്. ശനി അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ രോഗം, ദുരിതം, മരണമാണ്. ബുധൻ ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ ആരോഗ്യം, വിദ്യ, ബുദ്ധിയാണ്. ബുധൻ ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ ആരോഗ്യം, വിദ്യ, ബുദ്ധി ഞാൻ പറഞ്ഞു. വ്യാഴം ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ ആയുസ്, ധനം, കീർത്തിയാണ്. ശുക്രൻ ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ സുഖം, ദാമ്പത്യ സുഖമാണ്. ചന്ദ്രൻ ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ മനഃശുദ്ധി, മാതൃസുഖം, സൗന്ദര്യം. ഇപ്പം നമ്മൾ ഇഷ്ടം അനിഷ്ടം ഏതാണെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ആ ഗ്രഹങ്ങളുടെ ഇഷ്ടസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഇതിൽ പറഞ്ഞു ഇഷ്ടവും അനിഷ്ടവും. അപ്പോൾ നമ്മളിവിടെ സൂര്യൻ്റെ സ്വന്തം, അതായത് ഉച്ചരാശി, സൂര്യൻ ഏത് രാശിയിൽ നിന്നാൽ നമുക്ക് ഗുണം കിട്ടും, അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ഗുണമില്ല എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സൂര്യൻ ഇവിടെ നിൽക്കണം. മേടം രാശിയിൽ സൂര്യൻ്റെ ഉച്ചരാശിയാണ്. ചന്ദ്രൻ്റെ ഉച്ചരാശി ഇടവമാണ്. ചൊവ്വയുടെ ഉച്ചരാശി മകരമാണ്. ബുധൻ്റെ ഉച്ചരാശി കന്യയാണ്. വ്യാഴത്തിൻ്റെ ഉച്ചരാശി കർക്കിടകമാണ്. ശുക്രൻ്റെ ഉച്ചരാശി മീനമാണ്. ശനിയുടെ ഉച്ചരാശി തുലാമാണ്. അതുമാതിരി തന്നെ ഇനി സൂര്യൻ്റെ നീചരാശി, സൂര്യൻ്റെ നീചരാശി തുലാം രാശിയാണ്. ചന്ദ്രൻ്റെ നീചരാശി വൃശ്ചികമാണ്.
ചൊവ്വയുടെ കർക്കിടകം രാശിയാണ് നീചരാശി, ബുധൻ്റെ മീനം രാശിയാണ് നീചരാശി, വ്യാഴത്തിൻ്റെ മകരം രാശി നീചരാശിയാണ്, ശുക്രൻ്റെ കന്നി രാശിയാണ്, ശനിയുടെ മേടം രാശിയാണ്. അപ്പം ഈ വിധത്തിൽ നമ്മൾ പറയുമ്പോൾ ഇനിയും ഈ സൂര്യന് ഈ ഗ്രഹങ്ങൾക്ക് സ്വന്തം രാശി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ കേന്ദ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1, 4, 7, 10 ഇതാണ് കേന്ദ്രഭാവങ്ങൾ ജ്യോതിഷത്തിൽ. ഗ്രഹനിലയിൽ ലഗ്നം 4, 7, 10 കേന്ദ്രഭാവങ്ങളാണ്. ഇനിയും വ്യത്യസ്ത ഗ്രഹങ്ങൾക്ക് അത് പ്രത്യേകം പറയുന്നുണ്ട്. ഓരോ ഗ്രഹങ്ങൾക്ക് ഏതൊക്കെ ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ടെന്ന് അതിലേക്ക് നമ്മൾ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഗ്രഹങ്ങൾക്ക് മൂലത്രികോണ രാശികൾ പറയുന്നുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും. അപ്പോൾ അത് സൂര്യൻ്റെ മൂലത്രികോണ രാശി എന്ന് പറയുമ്പോൾ ചിങ്ങം രാശിയാണ്. എന്നുവെച്ചാൽ 5, 9 ആണ് മൂലത്രികോണം ഭാവം. നമ്മൾ നോക്കുമ്പോൾ 5-ാം ഭാവം 9-ാം ഭാവമാണ് മൂലത്രികോണം. ആ ഗ്രഹങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. സൂര്യന് ചിങ്ങമാണ്, ചന്ദ്രന് ഇടവമാണ്, ചൊവ്വയ്ക്ക് മേടമാണ്, ബുധന് കന്നിയാണ്, വ്യാഴത്തിന് ധനുവാണ്, ശുക്രന് തുലാമാണ്, ശനിക്ക് കുംഭമാണ്. ഇനിയും നമ്മൾ പറയുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ ആകർഷിക ശക്തി നമ്മൾ പറയുന്നുണ്ട്. അതായത് ഓരോ ഗ്രഹങ്ങൾക്കും എത്ര ആകർഷക ശക്തിയാണ് പറയുന്നത്. അതായത് അവരുടെ ഭാവം, ഉയർച്ച, താഴ്ന്ന ഭാവം, അതായത് പവർ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എന്ന് നമ്മൾ പറയുന്നത് ആകർഷിക ശക്തി. ഏറ്റവും ശക്തി കൂടിയ ഗ്രഹങ്ങൾ രാഹുവും കേതുവുമാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ സൂര്യൻ്റെ ശക്തി, അത് കഴിഞ്ഞേ ഉള്ളൂ ചന്ദ്രൻ്റെ ശക്തി. ചന്ദ്രൻ കഴിഞ്ഞാൽ വ്യാഴമാണ്, വ്യാഴം കഴിഞ്ഞാൽ ശനിയാണ്, ശനി കഴിഞ്ഞാൽ ചൊവ്വയാണ്, ചൊവ്വ കഴിഞ്ഞാൽ ബുധൻ. ഏറ്റവും ശക്തി കുറവ് ഉള്ള ഗ്രഹം ബുധനാണ്. അപ്പോൾ അതും നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് നമ്മൾ ഓരോ ഇവിടെ ഈ രാശികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ രാശികളുടെ ഉച്ചം, നീചം രാശികൾ നമ്മൾ പറഞ്ഞു. ഇനിയും നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഗ്രഹനിലയിൽ, അതായത് നമ്മളിപ്പം നക്ഷത്രം എടുത്തിട്ട് നമ്മൾ ആ നക്ഷത്രത്തിലെ ഓരോ ദശയുടെ അപഹാര ഫലങ്ങൾ, അതായത് ഒരു ദശയിൽ പിന്നീടുള്ള ഗ്രഹങ്ങളുടെ അപഹാര കാലങ്ങളുണ്ട്. അപ്പം ഞാനിത് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു ഗ്രഹനിലയിൽ നമ്മുടെ ഗ്രഹങ്ങൾ, സൂര്യനെ കൊണ്ട് എല്ലാ ഗ്രഹങ്ങളുടെയും കാര്യം നമ്മൾ പറഞ്ഞു, കാരകൻ ആരാണ്. അപ്പം ഓരോ ഗ്രഹങ്ങളുടെ ഉച്ച നീച സ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു, അതും നമുക്കറിയാൻ വേണ്ടിയാണ്. അടുത്തത് നമ്മൾ സൂര്യദശയിലെ അപഹാരങ്ങളും ഫലങ്ങളുമാണ് നമ്മൾ പറയുന്നത്. അത് ഇനി അടുത്ത കണ്ടിന്യൂഷനായിട്ടുള്ള എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഹരി ഓം ഹരി ഓം.